ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എമ്മി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇന്ന് നമുക്കുണ്ടാക്കാൻ പോകുന്നത് തിലോപ്പിയ ഫിഷാണ്. ഇന്ന് മീൻകാരൻ വന്നപ്പോൾ നമുക്ക് 2 തിലോപ്പിയ കിട്ടി. അപ്പോൾ ആ തിലോപ്പിയ നമുക്ക് ഫ്രൈ ചെയ്യാം. ആദ്യം തിലോപ്പിയ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വരഞ്ഞ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം, അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി, അതിനുശേഷം 2-3 അല്ലി ചെറിയ ഉള്ളി, കുരുമുളക്, പിന്നെ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്, കാരണം ഈ മുളക് പൊടി നന്നായി എരിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇടുന്നു. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ഇട്ടിട്ട് ഞാനിവിടെ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നമ്മൾ ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് കൊണ്ടുവരിക. അതിനുശേഷം ഈ അരപ്പ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തിലോപ്പിയ മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും ഈ അരപ്പ് എത്താനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മീൻ പൊരിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് അരപ്പ് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുകയാണ്. കാരണം ഞാൻ ഈ അവസാനം നാരങ്ങയുടെ നീരൊഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒന്ന് മുമ്പിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഈ നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ ഫ്ലേവർ കിട്ടത്തക്ക രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിനുശേഷം ഞാൻ അരമണിക്കൂറിന് ശേഷം അതെടുത്തു ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരെണ്ണയും ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ. പാൻ അടുപ്പിൽ വെച്ചു. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിൽ കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ മീനെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ കണ്ടോ, വാലൊക്കെ ഞാൻ കട്ട് ചെയ്യാതെ വെച്ചു വീഡിയോയ്ക്കൊരു ഭംഗിക്ക് വേണ്ടി. ഇപ്പം വാല് പാനിൻ്റെ വെളിയിൽ കിടക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. കിച്ചൺ മുഴുവൻ അതിൻ്റെ ഫ്ലേവർ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല മണമാണ് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ഒരു യമ്മി ആയിട്ടുള്ള സ്വീറ്റ് സ്മെൽ. അതിനുശേഷം അത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ തിരിച്ചിടാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ആയതുകൊണ്ട് തന്നെ ഈ മീനിന് വെയിറ്റ് കാരണം എനിക്ക് തിരിച്ചിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് തിരിച്ചിട്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു സൈഡ്. അതിനുശേഷം മറ്റേ സൈഡ് മുരിച്ച് വാഴയിലയിലേക്ക് വെച്ചു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള തിലോപ്പിയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കപ്പയിലൂടെയൊക്കെ കഴിക്കാം. നോക്കി എന്ത് സോഫ്റ്റാണെന്ന്. സോഫ്റ്റ് മാത്രമല്ല, വളരെ ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.